ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായ ഗജേന്ദ്രമോക്ഷമാണ് പറഞ്ഞത്. കേട്ടിട്ടില്ലാത്ത എല്ലാവരും തന്നെ ആ കഥ കേട്ട് പ്രാർത്ഥിക്കണം. നിത്യവും ഗജേന്ദ്രമോക്ഷം പാരായണം ചെയ്യുന്നതോ അതല്ലെങ്കിൽ കഥ കേട്ട് പ്രാർത്ഥിക്കുന്നതോ ഋണമോചനത്തിന് സഹായമാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതായത് കടബാധ്യത ഒഴിഞ്ഞു പോകുമെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ കഥ കേട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭഗവാന്റെ അവതാര ഭാഗമാണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. പരശുരാമൻ അസുരവംശത്തെ മുഴുവൻ നശിപ്പിച്ച ഭാഗമൊക്കെ നമുക്കറിയാം. അങ്ങനെ ആ അസുരവംശത്തിൻ്റെ നാശം സംഭവിച്ചു കഴിഞ്ഞതിനു ശേഷം ഭാരതത്തിൽ പല ദുഷ്ടരാജാക്കന്മാരുടെയും ജനനം വീണ്ടും വീണ്ടും സംഭവിച്ചു കൊണ്ടേയിരുന്നു. ദേവാസുര യുദ്ധത്തിൽ മരിച്ചുപോയ അസുരന്മാരിൽ ഗതികിട്ടാത്തവർ ഭൂതലത്തിൽ ദുഷ്ടരാജാക്കന്മാരായി ജന്മമെടുത്തു. അതുപോലെ തന്നെ പരശുരാമനാൽ വധിക്കപ്പെട്ട അധർമ്മികളായ അസുരന്മാരും അധർമ്മികളായ പൗരന്മാരായി ഭൂതലത്തിൽ ജന്മമെടുത്തു. ഇതാണ് പരശുരാമൻ്റെ ക്ഷത്രിയ വംശ നാശത്തിനു ശേഷമുള്ള കാലഘട്ടത്തിൻ്റെ അവസ്ഥ. ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമിയുടെ ഭാരം വർദ്ധിച്ചു. എവിടെയും അധർമ്മികളുടെ തേർവാഴ്ചയായി. യാഗാദി പുണ്യകർമ്മങ്ങളും ഇല്ലാതെയായി. ദ്വാപരയുഗം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് നീങ്ങിത്തുടങ്ങി. പിന്നെ വരുന്ന കലിയുഗത്തിൻ്റെ സകലവിധ ലക്ഷണങ്ങളും ഈ ദ്വാപരയുഗത്തിൽ കാണിച്ചു തുടങ്ങി. ധരാദേവി ഒരു ഗോരൂപം ധരിച്ച് അത്യധികമായ മനോവേദനയോടുകൂടി ബ്രഹ്മദേവനെ ചെന്നുകണ്ട് ആ സങ്കടത്തിൽ നിന്നും തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. നാരദാദി ബ്രഹ്മർഷി മുഖ്യന്മാരും ഇതറിഞ്ഞ് ബ്രഹ്മലോകത്ത് എത്തിച്ചേർന്നു. ശേഷം എല്ലാവരും കൂടി കൈലാസം പ്രാപിച്ച് മഹാദേവനെ തൃക്കൺ പാർത്ത് സർവസങ്കടങ്ങളും ഉണർത്തിച്ചു. കൈലാസനാഥൻ തൻ്റെ പത്നിയായ പാർവതീദേവിയോട് ഇപ്രകാരം പറഞ്ഞു: പ്രിയേ, വരൂ, നമുക്കും ഇവരോടുകൂടി വൈകുണ്ഠത്തിൽ പോയി അനന്തശായിയെ കണ്ട് ധരണീദേവിയുടെ സങ്കടത്തിന് പരിഹാരമുണ്ടാകണം എന്ന് അപേക്ഷിക്കാം. അതനുസരിച്ച് അംബികാസമേതം അന്തകാന്തകനും അരവിന്ദോത്ഭവനും അമരസമൂഹവും മഹർഷി സമൂഹങ്ങളും ഭൂമിദേവിയോടൊപ്പം ഭഗവാന്റെ വൈകുണ്ഠത്തിലെത്തി. എല്ലാവരും കൂടി ശ്രീനാരായണനെ പ്രാർത്ഥിച്ചു. ശ്രീഹരി ഇപ്രകാരം അരുളി ചെയ്തു: പൃഥ്വീഭാരം തീർത്ത് ലോകരക്ഷ ചെയ്യുവാനും ധർമ്മം സ്ഥാപിക്കുവാനും വേണ്ടി ഞാൻ യഥാകാലം മധുരാപുരിയിൽ വാസുദേവ യാദവന്റെ പുത്രനായി അദ്ദേഹത്തിൻ്റെ പത്നിയായ ദേവകീദേവിയുടെ ഗർഭത്തിൽ എൻ്റെ സമ്പൂർണ്ണ കലകളോടും കൂടി അവതരിക്കും. വിശ്വകാരിണിയായ വിഷ്ണുമായ ഉമാദേവിയോട് ചേർന്ന് അമ്പാടിയിൽ യശോദയുടെ പുത്രിയായും ജനിക്കും. എൻ്റെ തൽപ്പമായ സർപ്പാധിനാഥൻ അനന്തൻ എൻ്റെ അഗ്രജനായും ജനിക്കും. എന്നിൽ ഭക്തിയുള്ള ദേവന്മാർ തങ്ങളുടെ സൂക്ഷ്മാംശം കൊണ്ട് യാദവന്മാരായും ഗോപന്മാരായും ജനിക്കണം. എന്നിൽ ഭക്തിയുള്ള ദേവാംഗനകൾ ഗോപസ്ത്രീകളായും പിറക്കണം. അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം ബ്രഹ്മദേവൻ നിർവഹിച്ചുകൊള്ളും. ഇപ്രകാരം അരുളി ചെയ്ത് ശ്രീഹരി പള്ളിനിദ്രയിൽ ലയിച്ചു. എല്ലാവരും ആനന്ദിച്ചു. അതിനുശേഷം എല്ലാവരും താന്താങ്ങളുടെ ആലയങ്ങൾ പോയി. ഭൂമിദേവിയും സന്തുഷ്ടയായി ഭഗവത് പാർശ്വത്തിൽ നിന്നും മറഞ്ഞു. ഭഗവാന്റെ അവതാരത്തിനു മുന്നോടിയായി
ദേവന്മാരും ദേവസ്ത്രീകളും യഥായോഗ്യം വിധാതാവ് വിധിച്ച വണ്ണമുള്ള ജന്മം കൈവരിച്ചു. മനുജന്മാരായി ജനിച്ചതോടുകൂടി മുൻജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മ മായാശക്തിയാൽ അവരിൽ നിന്നും വിട്ടകന്നു. കെട്ടകാലം കഴിഞ്ഞു. ഭഗവാന്റെ അവതാരത്തിനുള്ള കാലം അടുത്തു. ദേവക യാദവന്റെ ഇളയപുത്രിയായ ദേവകി വിവാഹപ്രായത്തിലെത്തി. താരുണ്യവും ലാവണ്യവും ഒത്തിണങ്ങിയ രതിയെ അതിശയിപ്പിക്കുന്ന ഒരു സുന്ദരാംഗിയായി ദേവകി വളർന്നു. അവളുടെ വിവാഹം അത്യാഡംബരപൂർവം നടത്തുവാൻ അപ്പോഴത്തെ ഭോജരാജനായിരുന്ന കംസൻ ഉറച്ചു. ഉഗ്രസേനന് ഭരണമില്ലാതിരുന്നതിനാൽ രാജകന്യകയായ ദേവകിയുടെ വിവാഹം രാജാവായി വാഴുന്ന ഞാൻ തന്നെയാണ് നടത്തിക്കൊടുക്കേണ്ടതെന്ന് കംസൻ നിശ്ചയിക്കുന്നു. ഉഗ്രസേനന് 9 പുത്രന്മാരും 5 പുത്രിമാരുമാണ് ഉണ്ടായിരുന്നത്. മൂത്ത പുത്രനാണ് കംസൻ. ഉഗ്രസേനന്റെ ബന്ധുവും വർഗമിത്രവുമായ വിഡൂരഥൻ എന്ന യാദവ ഭൂപതിയുടെ പുത്രനാണ് ശൂരസേനൻ. ശൂരസേനൻ മധുരാപുരിയിൽ ഉൾപ്പെട്ട ഒരു ചെറിയ രാജ്യത്തിൻ്റെ അധിപനായിരുന്നു. ഉഗ്രസേനനും കംസനും കൂടി അദ്ദേഹത്തെ തോൽപ്പിച്ച് ആ രാജ്യം കൈവശപ്പെടുത്തിയിരുന്നു. ശൂരസേനന് ശിനി എന്ന ഒരു പുത്രൻ പ്രഥമ പത്നിയിൽ ആദ്യമുണ്ടായി. ശിനിക്ക് ഹൃദീകൻ, ഭോജൻ എന്ന 2 പുത്രന്മാർ ജനിച്ചു. കൃതകർമാവ് എന്നു പേരുകേട്ട യാദവ പ്രമാണി ഹൃദീകന്റെ പുത്രനാണ്. ശൂരസേനന്റെ മറ്റൊരു പത്നിയായ മരീഷയിൽ വസുദേവൻ, ദേവഭാഗൻ, ദേവസ്രവസ്, ആനകൻ, സൃഞ്ജയൻ, ശ്യാമകൻ, കാകനീയൻ, വത്സൻ, കാവ്യൻ എന്നീ 9 പുത്രന്മാരും പൃഥ, ശ്രുതദേവി, ശ്രുതകീർത്തി, ശ്രുതസ്രവസ്, രാജാതിദേവി എന്ന 5 പുത്രിമാരും ഉണ്ടായി. വാസുദേവരുടെ ബദ്ധ സഹോദരനാണ് സത്യകനും അക്രൂരനും. സത്യകന്റെ പുത്രനാണ് യാദവ യോദ്ധാക്കളിൽ പ്രമുഖനായിരുന്ന സാത്യകി. വസുദേവ പിതാവായ ശൂരസേനന്റെ പ്രഥമ പത്നിയിലുണ്ടായ ശിനിയുടെ പുത്രനായ ഹൃദീകന് കൃതവർമാവിനെ കൂടാതെ അക്രൂരൻ, ജയൻ, സാരണൻ, ഗദൻ എന്നീ പുത്രന്മാരും കൂടി ഉണ്ടായിരുന്നു. തൻ്റെ ബന്ധുവും മിത്രവുമായിരുന്ന കുന്തിഭോജന് മക്കളില്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പൃഥയെ ശൂരസേനൻ ദത്തുപുത്രിയായി അദ്ദേഹത്തിന് ദാനം ചെയ്തു. കുന്തിഭോജനാൽ വളർത്തപ്പെട്ടതുകൊണ്ട് പൃഥയ്ക്ക് കാലാന്തരത്തിൽ കുന്തി എന്നുള്ള നാമം സിദ്ധിച്ചു. അവളെ ഹസ്തിനപുരം യുവരാജാവായിരുന്ന പാണ്ഡു പാണിഗ്രഹണം ചെയ്തു. കുന്തിയുടെ പുത്രന്മാരാണ് പിന്നീട് വിശ്വവിഖ്യാതരായി തീർന്ന ധർമ്മപുത്രാദികൾ. ആ നിലയ്ക്ക് വസുദേവരുടെ സഹോദരിയാണ് കുന്തി. കംസപിതാവും രാജാവുമായിരുന്ന ഉഗ്രസേനന് കംസൻ ഉൾപ്പെടെ 9 ആൺമക്കളും 5 പെൺമക്കളും ഉണ്ടായിരുന്നു. ആ 5 പെൺമക്കളെയും വസുദേവരുടെ അനുജന്മാർ വിവാഹം കഴിച്ചു. ഉഗ്രസേനന്റെ ജ്യേഷ്ഠനായ ദേവകന് ദേവൻ, ഉപദേവൻ, സുദേവൻ, ദേവവർദ്ധനൻ എന്ന 4 പുത്രന്മാരും ശ്രുതദേവി, ശാന്തിദേവി, ശ്രീദേവി, ദേവരക്ഷിത, സഹദേവി, ദേവകി എന്നിങ്ങനെ 7 പുത്രിമാരുമുണ്ടായി. ദേവകന്റെ ഈ 7 പുത്രിമാരെയും യഥാകാലം വസുദേവർ വിവാഹം കഴിച്ചു. ഈ 7 പത്നിമാർക്കും പുറമേ വസുദേവർ രോഹിണി, ഭദ്ര, മധുര, ഇള, രോചന, പൗരവി, കൗസല്യ എന്നീ 7 സുന്ദരികളെ കൂടി വിവാഹം കഴിച്ചു. ഈ 14 പത്നിമാരിലും വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞവളായിരുന്നു ദേവകി. ഹരേ കൃഷ്ണ. ഇപ്പോൾ പറഞ്ഞത് യാദവകുല ചരിതമാണ്. ദേവക യാദവന്റെ ഇളയ പുത്രിയായ ദേവകി അങ്ങനെ വിവാഹപ്രായത്തിൽ എത്തിച്ചേർന്നു. അവളുടെ വിവാഹം അത്യാഡംബരപൂർവ്വം നടത്തുവാൻ അപ്പോഴത്തെ ഭോജരാജാവായിരുന്ന കംസൻ ഉറച്ചു.
ജ്യേഷ്ഠത്തിമാരുടെ ഭർത്താവായ വസുദേവരെ കൊണ്ടുതന്നെ ദേവകിയെയും വേളി കഴിപ്പിക്കാനാണ് കംസൻ തീരുമാനിച്ചത്. ഭോജരാജാവിൻ്റെ മോടിക്കും പദവിക്കും പ്രതാപത്തിനും അനുയോജ്യമായ വിധം അത്ര കെങ്കേമമായിട്ടാണ് കംസൻ ആ വിവാഹ മഹോത്സവം കൊണ്ടാടിയത്. അനവധി മഹീപതികളുടെയും മഹീസുരന്മാരുടെയും മറ്റു പൗരാവലികളുടെയും സാന്നിധ്യത്തിലും കുലഗുരുവായ ഗർഗാചാര്യരുടെ പൗരോഹിത്യത്തിലും ഒരു ശുഭമുഹൂർത്തത്തിൽ ദേവകി വസുദേവന്മാരുടെ പരിണയം സന്തോഷത്തോടുകൂടി നടന്നു. സദ്യയും സർവാണി ദക്ഷിണകളും ദാനങ്ങളും കഴിഞ്ഞു. വരദക്ഷിണയായി പൊൻതലക്കെട്ടുകളണിഞ്ഞ 400 ആനകളും 14,000 അശ്വങ്ങളും 10,000 തേരുകളും 200 ദാസികളും 16,000 പശുക്കളും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പലതരം വിശേഷപ്പെട്ട പാത്രങ്ങളും ശയ്യോപകരണങ്ങളും ഒട്ടനവധി പട്ടാംബരങ്ങളും വിലയേറിയ സ്വർണരത്നാഭരണങ്ങളും കംസൻ വസുദേവർക്കു നൽകി. കല്യാണത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വധുവിനെ വരൻ്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള സമയമായി. പലവിധ വാദ്യഘോഷങ്ങൾ മുഴങ്ങി. സഹോദരിയോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ കംസൻ തൻ്റെ രഥം തന്നെ അതിനുവേണ്ടി സജ്ജമാക്കി. ആചാരവിധി അനുസരിച്ച് എല്ലാവരെയും തൊഴുതു വന്നിച്ച് യാത്രാ അനുവാദവും അനുഗ്രഹങ്ങളും വാങ്ങി വധൂവരന്മാർ ആ തേരിൽ കയറിയിരുന്നു. അപ്പോൾ വിശേഷവിധിയായി 12 ഭാരം സ്വർണം കൂടി വരദാനമെന്ന നിലയ്ക്ക് കംസൻ ആ രഥത്തിൽ കൊണ്ടുചെന്ന് വെപ്പിച്ചു. എൻ്റെ അനുജത്തിയുടെ ഈ രഥം ഇപ്പോൾ നയിക്കുവാൻ പോകുന്നത് ഞാനാണ് എന്ന് എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് കംസൻ ചമ്മട്ടിക്കോലുമെടുത്ത് സാരഥിയുടെ സ്ഥാനത്ത് ചാടിക്കയറിയിരുന്നു. ഗംഭീരവാദ്യമേളങ്ങളോടും ചതുരംഗ സേനകളുടെ അകമ്പടികളോടും കൂടി ആ വിവാഹ ഘോഷയാത്ര മന്ദം മന്ദം മുമ്പോട്ട് നീങ്ങി. മഹാരാജാവ് തന്നെയാണല്ലോ ചമ്മട്ടിയും വീശി തേരു തെളിക്കുന്നത്. ആളുകൾ അത് കണ്ട് അതിശയപൂർവം പരസ്പരം മന്ത്രിച്ചു. അനുജത്തി, രഥത്തിനു വേഗം കൂടുന്നതുകൊണ്ട് നിനക്ക് ഭയം തോന്നുന്നുവോ? എന്നാൽ ഞാൻ വേഗത കുറയ്ക്കാമെന്ന് കംസൻ സ്നേഹപൂർവം പിന്തിരിഞ്ഞു ചോദിച്ചപ്പോൾ ദേവകിയുടെ സുന്ദരമായ മുഖത്തു നിന്നും ഒരു മന്ദഹാസത്തിൻ്റെ പൂമൊട്ട് വിരിഞ്ഞു. ഘോഷയാത്ര കുറച്ചു ദൂരം മുമ്പോട്ട് ചെന്നപ്പോൾ പെട്ടെന്ന് അമ്പരതലത്തിൽ നിന്നും ഉച്ചത്തിൽ സ്ഫുടമായ ശബ്ദത്തിൽ ഒരു അശരീരി കേൾക്കപ്പെട്ടു. ഹേ ദുഷ്ടനായ കംസ, നീ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ഈ സഹോദരി പ്രസവിച്ചുണ്ടാകുന്ന 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. അതിൽ നിന്നും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗം ആരാഞ്ഞുകൊള്ളുക. അപ്രതീക്ഷിതമായ ഈ ആകാശവാണി കേട്ടപ്പോൾ മരണഭീതിയാൽ കംസൻ ഒന്നു നടുങ്ങി. അനന്തരം ഒരു ഘോര സർപ്പത്തെ പോലെ ക്രുദ്ധനായി കണ്ണുകൾ തുറിച്ച് സഹോദരിയുടെ നേർക്ക് ഉഗ്രമായൊന്നു നോക്കി. അതേവരെ ആത്മാവിനെ പോലെ സ്നേഹിച്ചിരുന്ന ആ അനുജത്തിയെ കംസൻ ആത്മഭീതിയാൽ ഘോര ശത്രുവിനെ പോലെ വെറുത്തു. ഇവളുടെ പുത്രൻ എന്നെ കൊല്ലുമെങ്കിൽ അതിനു മുമ്പ് ഇവളെ ഞാൻ കൊല്ലും. ഈ ജനമധ്യത്തിൽ വെച്ച് തന്നെ എൻ്റെ വാളിന് ഇവളെ ഞാൻ ഇരയാക്കും. നിന്റെ രക്ഷാമാർഗം ആരാഞ്ഞു കൊള്ളുവാൻ വാണി സൂചന നൽകിയിരിക്കുന്നതിനാൽ ദൈവം അതിന് സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ദൈവവചനം തെറ്റാവുകയില്ല. ഇവളെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. ഇപ്രകാരം ചിന്തിച്ച് രോഷാകുലനായി കംസൻ ചമ്മട്ടി തേർത്തടത്തിലേക്ക് എടുത്തെറിഞ്ഞിട്ട് ഖഡ്ഗവും കയ്യിലെടുത്തുകൊണ്ട് മുമ്പോട്ടു ചാടി. ഭഗിനിയുടെ വാർമുടി ചുറ്റിപ്പിടിച്ചു വലിച്ചു പൊക്കിക്കൊണ്ട് ഗളനാളം വെട്ടിച്ഛേദിക്കുവാനായി ആ ദുഷ്ടൻ വാളോങ്ങി. ദേവകി കണ്ണുമടച്ച് വാവിട്ട് പൊട്ടിക്കരഞ്ഞു. ജനങ്ങൾ സ്തബ്ധരായി നിന്നുപോയി. മേളവാദ്യങ്ങൾ നിലച്ചു.
രാക്ഷസീയമായ രംഗം. ആ സമയം വസുദേവൻ കംസന്റെ കൈയും ഖഡ്ഗവും കൂട്ടിപ്പിടിച്ച് തടുത്തുകൊണ്ട് ശാന്തതയോടുകൂടി അപേക്ഷിച്ചു, മഹാത്മൻ ചെയ്യരുത്, സ്ത്രീവധം പാപമാണ്. അങ്ങയുടെ കയ്യാൽ മരിക്കത്തക്കവണ്ണം ഇവളെന്തു കുറ്റം ചെയ്തു? ആകാശത്തു നിന്നും ഒരു അശരീരി കേട്ടതിനെ വിശ്വസിച്ച് സ്വന്തം സഹോദരിയെ വധിക്കാൻ ഒരുങ്ങുന്നത് എത്ര കഷ്ടമാണ്. ലോകത്തിൽ മർത്യനായി ജനിച്ചാൽ അവന് മരണമുണ്ട്. ഇന്നിപ്പോൾ ഇന്ന സമയത്ത് ഇന്ന വിധത്തിലാണ് മരണമെന്ന് വിധികർത്താവ് നിശ്ചയിച്ചിട്ടുള്ളത്. ആർക്കാണ് മാറ്റാൻ സാധിക്കുന്നത്? ബുദ്ധിമാനായ അങ്ങയ്ക്ക് ഇതറിയുന്നതാണല്ലോ. ഇവളുടെ അഷ്ടമപുത്രൻ അങ്ങയെ വധിക്കുമെന്ന് വിധാതാവ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് മാറ്റാൻ സാധിക്കുന്നത്? അതിനും പുറമേ ഇങ്ങനെ ഒരു അശരീരി കൊണ്ട് അങ്ങയുടെ മരണം പ്രവചിക്കാൻ ദേവന്മാർക്ക് എന്താണ് ആവശ്യം? എല്ലാ രാജാക്കന്മാരുടെയും മരണത്തെക്കുറിച്ച് ആകാശവാണി കേൾക്കാറുണ്ടോ? വംശസ്ഥാപകന്മാരായ യദു, വിഷ്ണി, അന്ധകൻ മുതലായവർ എത്രയോ ശ്രേഷ്ഠന്മാരായിരുന്നു. അവരുടെ മരണത്തെക്കുറിച്ച് യാതൊരു ആകാശവാണിയും ഉണ്ടായതായി നാം കേട്ടിട്ടില്ല. ആ സ്ഥിതിക്ക് ശത്രുക്കളായ ഏതോ അസുരന്മാരുടെ മായാവാണിയാണ് എന്ന് ഇത് അങ്ങ് ധരിക്കണം. അതുകൊണ്ട് അങ്ങ് ഒരിക്കലും ആ ആകാശവാണിയെ വിശ്വസിച്ച് പാവപ്പെട്ട അനുജത്തിയെ വധിക്കുന്നത് ധർമ്മമല്ല. അങ്ങ് കീർത്തിമാനാണ്. പാപകരമായ സ്ത്രീവധം മൂലം അങ്ങയുടെ കീർത്തിക്ക് കളങ്കം സംഭവിക്കും. അതുകൊണ്ടരുത്, നിർദോഷിയായ ഇവളെ കൊല്ലരുത്. ഈ വിധം പല സാരോപദേശങ്ങളും തത്വങ്ങളും വസുദേവർ പറഞ്ഞിട്ടും കംസന്റെ മനസ്സ് ശാന്തമായില്ല. ഓങ്ങിയ നിലയിൽ വാളും പിടിച്ചുകൊണ്ട് അവൻ നിൽക്കുകയാണ്. വസുദേവർ പിടിവിട്ടാൽ അവൻ നിർദ്ദയം ആ പെൺകൊടിയുടെ കഴുത്തറക്കും. മഹാരാജാവേ, ഞാൻ പറഞ്ഞതൊന്നും അങ്ങേക്ക് വിശ്വാസമായില്ലെങ്കിൽ വേണ്ട. വസുദേവർ പിന്നെയും തുടർന്നു. ഇവളുടെ അഷ്ടമസുതൻ അങ്ങയെ വധിക്കുമെന്നാണല്ലോ അശരീരി. ഇവൾ പ്രസവിക്കുന്ന എല്ലാ ശിശുക്കളെയും പ്രസവം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ അങ്ങയെ കൊണ്ടുവന്നേൽപ്പിക്കാം. അങ്ങ് എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളൂ. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെയും പിഞ്ചു പ്രായത്തിൽ തന്നെ നശിപ്പിച്ചാൽ പിന്നെ അങ്ങേക്ക് പേടിക്കാൻ എന്താണുള്ളത്? അപ്രകാരം ചെയ്യാമെന്ന് ഈശ്വരൻ സാക്ഷിയായി ഞാനിതാ സത്യം ചെയ്യുന്നു. സത്യസന്ധനായ വസുദേവരുടെ അഭിപ്രായം സ്വീകാര്യമായി കംസന് തോന്നി. അതിനാൽ ഭഗിനിയെ വധിക്കാനുള്ള ഉദ്യമത്തിൽ നിന്നും കംസൻ പിൻവാങ്ങി. രഥത്തിൽ നിന്നും ചാടി താഴെ ഇറങ്ങി മേളവാദ്യക്കാരും പരിവാരങ്ങളും തിരിച്ചു പോകുവാൻ കൽപ്പിച്ചതിനു ശേഷം കംസൻ രാജകീയ രഥത്തിൽ നിന്നും ദമ്പതികളെ താഴെ ഇറക്കി. വസുദേവ, നിന്റെ സത്യം ഞാൻ വിശ്വസിക്കുന്നു. സത്യലംഘനം ചെയ്യരുത് എന്ന മുന്നറിയിപ്പ് നൽകി ഭോജരാജൻ തൻ്റെ രഥത്തിൽ കയറി ആ രംഗത്തിൽ നിന്നും നിഷ്ക്രമിച്ചു. അനന്തരം തൻ്റെ സ്വന്തം തേരിൽ നവവധുവിനെയും കയറ്റി അകമ്പടിക്കാരോ ആഘോഷമോ ഒന്നും കൂടാതെ വസുദേവർ തൻ്റെ വസതിയിലേക്ക് തിരിച്ചു. വസുദേവ പത്നിമാർ ദേവകിയെ തിലകം തൊടുവിച്ച് ഭദ്രദീപത്തോടുകൂടി എതിരേറ്റ് തങ്ങളുടെ സപത്നിയായി സ്വീകരിച്ചു. മാസങ്ങൾ ഏതാനും കഴിഞ്ഞു. ദേവകി ഗർഭം ധരിച്ചു. കംസൻ അതറിഞ്ഞു. പ്രഥമ ഗർഭമായതുകൊണ്ട് അവൻ ഭയപ്പെട്ടില്ല. 10 മാസം കഴിഞ്ഞ് ദേവകി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. പാലു നൽകി അവൾ ആ പിഞ്ചു പൈതലിൻ്റെ മുഖം നോക്കി കുറേ നേരം കരഞ്ഞു. സത്യം പാലിക്കുന്നതിന് വേണ്ടി വസുദേവർ ആ ശിശുവിനെയും കയ്യിലെടുത്തുകൊണ്ട് കംസന്റെ മുമ്പിലെത്തി. ശ്യാലിൻ്റെ സത്യസന്ധത കണ്ട് സന്തോഷിച്ച ഭോജരാജൻ പറഞ്ഞു, ദേവകിയുടെ 8ാമത്തെ പുത്രനാണല്ലോ എൻ്റെ ഘാതകൻ. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ എന്തിനു വധിക്കുന്നു? കൊണ്ടുപോയി സുഖമായി വളർത്തിക്കൊള്ളുക. ദുഷ്ടന്മാരായ ചിലർ ചിലപ്പോൾ കരുണാശാലികളായി കാണപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കംസന്റെ ഈ പ്രവൃത്തി. കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് വസുദേവർ ദുഃഖിച്ചു കിടന്നിരുന്ന പ്രിയതമയുടെ അരികിലെത്തി. പൈതലിനെ അവളെ ഏൽപ്പിച്ചു.
ആ മാതാവിന് അപ്പോഴുണ്ടായ ആനന്ദം പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. മരിച്ച കുഞ്ഞ് ജീവിച്ചു വന്ന പ്രതീതിയാണ് അവൾക്കപ്പോൾ ഉണ്ടായത്. വസുദേവ പത്നിമാരെല്ലാം ആ കുഞ്ഞിനെ വന്നെടുത്ത് ചുംബിച്ച് താലോലിച്ചു. അനന്തരം യദുകുലാചാര്യനായ ഗർഗമുനിയെ വരുത്തി ആ ശിശുവിന് കീർത്തിമാൻ എന്ന നാമകരണം ചെയ്യിപ്പിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അപൂർവ സംഭവം എന്നതുപോലെ വിരിഞ്ചതനേനായ നാരദമുനി കംസരാജധാനിയിൽ എഴുന്നള്ളി. മഹർഷിയെ ആദരപൂർവം സ്വീകരിച്ചിരുത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആഗമന ഉദ്ദേശം കംസൻ ആരാഞ്ഞു. മുനീന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു: ഹേ ഭോജരാജാവേ, അങ്ങ് കീർത്തിമാനാണ്. പക്ഷേ അങ്ങയുടെ ബുദ്ധിക്ക് അല്പം മാന്ദ്യം സംഭവിച്ചു പോയോ എന്ന് എനിക്കൊരു സംശയം. അങ്ങയുടെ സഹോദരി പ്രസവിക്കുന്ന അഷ്ടമപുത്രൻ അങ്ങയെ വധിക്കുമെന്നാണല്ലോ അങ്ങ് കേട്ട അശരീരി. മുൻജന്മത്തിൽ കാലനേമി എന്ന അസുരനായിരുന്നു അങ്ങ്. ആ നിലയ്ക്ക് ദേവകീ ദേവിയുടെ പുത്രന്മാരായി പിറക്കുന്നവർക്കെല്ലാം അങ്ങ് ശത്രു തന്നെയാണ്. ആയതിനാൽ അങ്ങയെ വധിക്കുവാൻ എട്ടാമത്തെ പുത്രൻ തന്നെ വേണമെന്നില്ല. ഏതു പുത്രനുമാകാം. അതിനും പുറമെ എട്ടാമത്തെ പുത്രൻ തന്നെയാണ് അങ്ങയെ വധിക്കുന്നതെങ്കിൽ അവൻ്റെ ജ്യേഷ്ഠന്മാരായ 7 പേരും അപ്പോൾ അവന് സഹായകമായി നിൽക്കുകയില്ലേ? ഇതൊന്നും അങ്ങ് ആലോചിക്കാതെയാണോ ഇപ്രകാരം ചെയ്തത്? അങ്ങേക്ക് ബുദ്ധി അല്പം കുറഞ്ഞു പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു. നാരദൻ ഏഷണിക്കാരനാണ്. നാരദവാക്യം വിശ്വസിക്കാൻ പാടില്ല എന്ന് അങ്ങ് ധരിച്ചാലും എനിക്ക് വിരോധമില്ല. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നടക്കണമെന്നുള്ള ഉദ്ദേശമേ എനിക്കുള്ളൂ. ഈ വിധം നാരദൻ കംസനെ അറിയിച്ചു. ആലോചിക്കാതെ കുട്ടിയെ കൊടുത്തയച്ചത് അബദ്ധമായി പോയി എന്ന് കംസന് തോന്നി. കംസൻ ചാടി എഴുന്നേറ്റു. ഒരു മദയാനയെപ്പോലെ ഓടിപ്പാഞ്ഞ് സഹോദരിയുടെ മുറിയിൽ കടന്ന് തൊട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ പൈതലിനെ കാലിൽ പിടിച്ചു തൂക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്നു. ഒരു വട്ടപ്പാറയുടെ മേൽ അലക്കുകാരൻ വസ്ത്രം അലക്കുന്നതുപോലെ ആഞ്ഞടിച്ചു നിഗ്രഹിച്ചു. അതിൻ്റെ രക്തവും തലച്ചോറും 4 വശവും ചിന്നിച്ചിതറി. അതുകൊണ്ടുമായില്ല, ദേവകി വാസുദേവന്മാരെ ചങ്ങലക്കിട്ടു പൂട്ടി കാരാഗ്രഹത്തിലാക്കാനും കംസൻ കൽപ്പിച്ചു. അതിനുശേഷം 18 മാസം ഇടവിട്ട് ദേവകി 5 പുത്രന്മാരെ കൂടി പ്രസവിച്ചു. പ്രഥമ നന്ദനന്റെ അനുഭവം തന്നെയാണ് അവർക്കെല്ലാം ഉണ്ടായത്. അവരെയും കംസൻ അപ്പപ്പോൾ പട്ടശിലയിൽ അടിച്ച് കൊന്നുകളഞ്ഞു. സ്വന്തം സുഖത്തിനു വേണ്ടി മാതാപിതാക്കളെ പോലും കഠിനമായി ദ്രോഹിക്കുന്ന പുത്രന്മാരുണ്ട്. അവരെ ഉപദേശിക്കുന്നവൻ അവരുടെ ശത്രുവായും പരിഗണിക്കപ്പെടുന്നു. കംസന്റെ സ്വഭാവം ഏതാണ്ട് ഈ വിധത്തിൽ തന്നെയായിരുന്നു. പിതാവായ ഉഗ്രസേനൻ പാപപ്രവർത്തികൾ ചെയ്യരുതെന്ന് മകനെ ഉപദേശിച്ചു. അതിൻ്റെ ഫലമോ ആ വൃദ്ധനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലിട്ട് പൂട്ടി. ദാനവാംശം കൊണ്ട് പിറക്കുന്നവരും ദുഷ്ടന്മാരുമായ പ്രലംഭൻ, ചാണൂരൻ, മുഷ്ടികൻ, തൃണാവർത്തൻ, അരിഷ്ടകൻ, കേശി, ധേനുകൻ, ബഗൻ, അഘാസുരൻ, പൂതന തുടങ്ങിയ ഒട്ടനവധി മായാശക്തിയുള്ള ബലിഷ്ഠകായന്മാരെ തൻ്റെ അനുചരന്മാരായും അംഗരക്ഷകന്മാരായും കംസൻ നിയോഗിച്ചു. ചാരന്മാരായി അവർ നാടുനീളെ സഞ്ചരിച്ച് സത്തുക്കളെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. പലരും കംസന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ മധുര വെടിഞ്ഞ് കോസലം, വിദേഹം, നിഷദം, വിദർഭം മുതലായ അയൽ രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചു. ബ്രാഹ്മണരുടെ യാഗാദി സൽക്കർമ്മങ്ങൾ മുഴുവനും മുടങ്ങി. ചുരുക്കം മധുര പാപികളുടെ ഒരു സങ്കേതമായി കംസൻ രൂപാന്തരപ്പെടുത്തി. ഹരേ കൃഷ്ണ. നാളെ നമുക്ക് ഏറ്റവും മനോഹരമായ ഭാഗം പഠിക്കാം. എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കണം. ശ്രീകൃഷ്ണ അവതാരം. ഇന്നത്തെ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.
എല്ലാവരും നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം. ഭഗവാന്റെ കഥകൾ പറയുന്നതും കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഭക്തി തന്നെയാണ്. ഹരേ കൃഷ്ണ.